ഇത് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. അപ്പോഴും ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ സമയത്ത് രേഖാമൂലം വിവരം അറിയിച്ചിട്ടും ഡിഎംഒ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ, ഉടുമ്പൻചോല, കരുണാപുരം, പാമ്പാടുംപാറ തുടങ്ങിയ അതിർത്തി ഗ്രാമപഞ്ചായത്തുകളിൽ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും ഡെങ്കി അടക്കമുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഇക്കാര്യങ്ങൾ കാലേകൂട്ടി ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണമാണ് ഉയരുന്നത്. ഒരു മാസം മുമ്പ് തന്നെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറെ രേഖാമൂലം അറിയിച്ചിരുന്നു. നിലവിൽ ആക്റ്റീവ് കേസുകൾ നിലനിൽക്കുമ്പോഴും ഒരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. ജില്ലാ ഡിസ്ട്രിക്ട് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇതുവരെയായിട്ട് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ഡിഎംഒനെ ഇവിടെ ഇങ്ങനെ പനി വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ചൊരു നടപടി ഇതുവരെയായിട്ടും യാതൊരു ഡിഎംഒയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരു മൊബൈൽ യൂണിറ്റ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. മൊബൈൽ യൂണിറ്റും ഇതുവരെയായിട്ടും ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടില്ല. നിലവിൽ ഗ്രാമപഞ്ചായത്ത് സ്വന്തം നിലയിലുള്ള പ്രതിരോധ മാർഗങ്ങളും ബോധവൽക്കരണവുമാണ് നടത്തുന്നത്. രോഗം പടരുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറെയും അറിയിച്ചിരുന്നു. എന്നാൽ ഇടപെടലുണ്ടായിട്ടില്ല. വിഷയം ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്. പഞ്ചായത്തിലെ ആശാപ്രവർത്തകർ വീടുകളിലേക്ക് പോയി വീടുകളുടെ പരിസര പ്രദേശങ്ങൾ ശുചീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് വിപുലമായിട്ട് ക്യാമ്പയിൻ നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള ഇടപെടലുകളാണ് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 5 പഞ്ചായത്തുകളിലായി 12 ആക്റ്റീവ് കേസുകളും 52 പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുമാണ്. രോഗലക്ഷണങ്ങൾ കണ്ട സമയത്ത് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ വിവരമറിയിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ പകർച്ചവ്യാധി വ്യാപനം തടയുവാൻ കഴിയുമായിരുന്നു എന്ന ആരോപണമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം ഉന്നയിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയിൽ ആശങ്ക ഉയർത്തി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത്. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യവും ഗ്രാമപഞ്ചായത്തുകൾ മുന്നോട്ട് വയ്ക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.